നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോകളിലൂടെ വന്നിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റികളുണ്ട്. അവരെയൊക്കെ നമുക്ക് പരിചിതമാണ്, പലർക്കും അവരെയൊക്കെ അറിയാം. അത്തരത്തിൽ നമ്മളേറെ ബിഗ് ബോസിലൂടെ നമ്മുടെയൊക്കെ പ്രിയം ഏറ്റുവാങ്ങിയ ദമ്പതികളായിരുന്നു സജ്നയും ഫിറോസും. പിന്നീട് അവർ ജീവിതത്തിൽ രണ്ടു വഴിക്കായി. ആ ഒരു സംഭവം നമ്മൾക്ക് അറിഞ്ഞതാണ്. പിന്നാലെ വീണ്ടും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഫിറോസ് ഖാനെതിരെ അതീവ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി മുൻ ഭാര്യ സജ്ന നൂർ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ ഷൂട്ടിങ്ങിന് ശേഷം നടന്ന രാത്രികാല പാർട്ടിയിൽ താൻ കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചയെക്കുറിച്ചാണ് സജ്ന തൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. ആ വീഡിയോയിൽ സജ്ന പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്. സഹപ്രവർത്തകരായ ജിഷിൻ, പ്രമോദ്, ബഷീർ ബാഷി, മൃദുല തുടങ്ങിയവർ പങ്കെടുത്ത ഒരു ടെലിവിഷൻ പരിപാടിയുടെ സമാപന പാർട്ടിയിലായിരുന്നു സംഭവം. ഫിറോസ് ഖാനും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു നടിയും ചേർന്ന് സിഗരറ്റും പരസ്പരം കൈമാറുകയും ചുംബിക്കുകയും ചെയ്യുന്നു. ജിഷിൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ ഈ കാഴ്ച കണ്ട് സ്തബ്ധരായി സജ്നയെ നോക്കി. ആ നടി ആരാണെന്ന് ആ സംഘത്തിലുള്ള എല്ലാവർക്കും അറിയാമെന്നും സജ്ന വെളിപ്പെടുത്തി. ഒരു ഭാര്യയും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചയാണ് അവിടെ കണ്ടതെന്ന് സജ്ന ആ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. പറയാൻ വിട്ടുപോയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്നും ഒരുപാട് സംഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇക്കാര്യം പറയാൻ വിട്ടുപോയതെന്നും പറഞ്ഞാണ് സജ്ന ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ അന്ന് നടന്ന ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാവരും ഒത്തുചേർന്ന ഒരു നൈറ്റ് പാർട്ടിക്കിടയിലാണ് സംഭവം. എല്ലാവരും രസമായിട്ട് തമാശ പറയുന്നു, പെണ്ണുങ്ങളെല്ലാം ജ്യൂസ് കുടിക്കുന്നു, ആണുങ്ങൾ മദ്യം കുടിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് വലിയ തിരക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും തമാശകൾ പറഞ്ഞ് ആസ്വദിച്ചിരുന്ന ആ സമയത്ത് ഹാളിലെ ഒരു അലമാരയുടെ കണ്ണാടിയിലൂടെ ബാത്റൂമിനടുത്തുള്ള ഭാഗം തനിക്ക് പ്രതിഫലിച്ച് കാണാമായിരുന്നു. അപ്പോഴാണ് ജിഷിൻ അടക്കമുള്ളവർ സ്തബ്ധരായി എന്നെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. എന്തു പറ്റിയെന്ന് മനസ്സിലാകാതെ ഞാൻ സ്തംഭിച്ച് നിൽക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ആ മുറിയിലെ അലമാരയുടെ ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അതിലെ കണ്ണാടിയിൽ ബാത്റൂമിന്റെ ഭാഗമാണ് പ്രതിഫലിക്കുന്നത്. ആ കണ്ണാടിയിലൂടെയാണ് ഒരിക്കലും ഒരു ഭാര്യ കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ടത്. ബാത്റൂമിന് സമീപം നിന്ന് ഫിറോസ് ഖാനും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു നടിയും കൂടി സിഗരറ്റ് പരസ്പരം കൈമാറുകയും ചുംബിക്കുകയും ചെയ്യുകയായിരുന്നു. ആ പുള്ളിക്കാരി ആരാണെന്ന് ആ ടീമിലുള്ള എല്ലാവർക്കും അറിയാം. കണ്ടത് വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം ഞാൻ തരിച്ചു നിന്നുപോയി. പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് ചാടി വീണ് വലിയ പ്രശ്നമുണ്ടാക്കി. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവുമായി. ഒടുവിൽ അവിടെ നിൽക്കാൻ കഴിയാതെ ഞാൻ ഇറങ്ങിപ്പോയി. അന്ന് രാത്രി എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന മൃദുലയുടെ മുറിയിലാണ് ഞാൻ കരഞ്ഞുകൊണ്ട് അഭയം തേടിയത്. പക്ഷെ പിറ്റേന്ന് രാവിലെ പതിവ് പോലെ അയാൾ വന്ന് എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അതറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് എന്നെ വീണ്ടും വിശ്വസിപ്പിച്ചു. വിവാഹ ജീവിതത്തിൻ്റെ തുടക്കകാലം മുതൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി താൻ ഞങ്ങളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഞങ്ങൾ ദ്രോഹിച്ചുവെന്നോ വേറെ ആണുങ്ങളോടൊപ്പം പോയെന്നോ എന്ത് വേണമെങ്കിലും ഫിറോസെ തനിക്ക് പറയാം. കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ഞങ്ങളെക്കുറിച്ച് മോശമായി പറയുന്നതാണ് ഫിറോസിന്റെ രീതി. ഇയാൾ വളർന്ന രീതികളും ഇയാളുടെ മനസ്സിലുള്ള ട്രോമകളും മറ്റുള്ള പെണ്ണുങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. തൻ്റെ ഭാര്യമാരെ ഉപദ്രവിക്കുന്നതും മറ്റുള്ള പെണ്ണുങ്ങളെ അബ്യൂസ് ചെയ്യുന്നതും ഇയാളുടെ ഒരു പ്രതികാര തീർക്കലാണോ എന്ന് തനിക്ക് സംശയമുണ്ട്. ഇനി എന്തുമായിക്കോട്ടെ, ഇയാൾ അടുത്ത വീഡിയോ ഉടൻ ഇടാൻ പോകുന്നുണ്ടാകാം. പക്ഷേ എന്നെക്കൊണ്ട് ഇതെല്ലാം ഫിറോസ് ഖാൻ തന്നെ പറയിപ്പിച്ചതാണ്. ഞങ്ങൾ ആരോടൊപ്പം ജീവിച്ചെന്നോ കൊല്ലാൻ പോകുന്നുവെന്നോ ഒക്കെയാണ് താൻ പറയുന്നത്. വെട്ടിക്കൊല്ലാനാണോ അത് വലിച്ചു കീറാനാണോ തൻ്റെ ഭാവം? തൻ്റെ ബോംബല്ലല്ലോ ഇന്ന് പൊട്ടിയിരിക്കുന്നത്. മകന് വേണ്ടി ക്ഷമിച്ച് അങ്ങേയറ്റം എത്തിയപ്പോഴാണ് എനിക്കിതെല്ലാം പറയേണ്ടി വന്നത്. ഫിറോസ് ഖാന് പരസ്ത്രീ ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അശ്ലീല ചാറ്റ് കണ്ട് തകർന്ന താൻ ഞരമ്പ് മുറിച്ചുവെന്നും നേരത്തെ സജ്ന വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് താരം പുതിയ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ പേര് ചീത്തയാകരുതെന്ന് കരുതിയാണ് ഇത്രയും കാലം ക്ഷമിച്ചത്. ഇനി നിയമത്തിന് വിട്ടുകൊടുക്കും. അവർ തീരുമാനിക്കട്ടെ താൻ ആരാണെന്ന്. എൻ്റെ മോന് അവൻ്റെ പപ്പയെ ജീവനാണ്. അവൻ വളരുമ്പോൾ സത്യം മനസ്സിലാക്കട്ടെ. പണം വാങ്ങി പീഡിപ്പിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയും താൻ എന്തുണ്ടാക്കി? വിവാഹമോചനം തരാതെയും ആദ്യ ഭാര്യയെ ഉപദ്രവിച്ച് നടക്കുന്ന താൻ ഒന്നിനും കൊള്ളാത്തവനാണ്. അവർ മാധ്യമങ്ങളിൽ വന്നില്ലെങ്കിലും നിയമപരമായി മുന്നോട്ട് പോകും. നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവൻ ഇനി ലോകത്ത് അന്തസ്സോടെ ജീവിക്കേണ്ടതില്ല. നിയമം നിങ്ങളെ വലിച്ചു കീറട്ടെ എന്നാണ് സജ്ന പറയുന്നത്. മാത്രമല്ല, ഈ ഇടയ്ക്ക് സജ്നയും മറ്റൊരു വ്യക്തിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിനെതിരെയും സജ്ന നൂർ രംഗത്ത് വന്നിരുന്നു. ആ വ്യക്തിയെക്കുറിച്ച് സജ്ന പറയുന്നത് ഇപ്രകാരമാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഫിറോസ് ഖാനുമായി വേർപിരിഞ്ഞതാണ്. 2.5 വർഷത്തിന് മുൻപ് ഞാൻ ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ കുറേ നാളുകളായി പിരിഞ്ഞ് ജീവിക്കുകയാണെന്ന്.
അതിനെക്കുറിച്ച് ഞാനാണ് ആദ്യമായി ഒരു മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത്. അന്ന് നിങ്ങൾ ഈ പറയുന്ന വ്യക്തി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഇയാൾ ഇതൊക്കെ വന്ന് വിളിച്ച് പറയില്ലേ? ഇയാൾ പിന്നെ തന്നെ വച്ചേക്കുമോ? ആ പുള്ളി എനിക്ക് 4 വർഷമായി പരിചയമുണ്ടെന്ന് ഞാൻ പൊങ്ങച്ചം പറഞ്ഞിരിക്കാം. പക്ഷേ ഞാൻ തെളിവ് കാണിക്കാം. ഒറ്റ എന്ന സിനിമയുടെ സമയത്താണ് ഞാനൊരു പുള്ളിയെ പരിചയപ്പെടുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരി ആ സിനിമയിൽ പാടി. അവളുടെ കൂടെ സ്റ്റുഡിയോയിൽ പോയപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്ന് കാര്യമായി സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെ ആ സിനിമയെ അവസാന ഷെഡ്യൂളിൽ ഒരു കഥാപാത്രം ചെയ്യാൻ എന്നെ വിളിക്കാൻ എൻ്റെ കൂട്ടുകാരിക്ക് അദ്ദേഹം മെസ്സേജ് അയച്ചു. എൻ്റെ കൂട്ടുകാരിയുടെ കയ്യിൽ അതിൻ്റെ തെളിവുണ്ട്. അവൾ എൻ്റെ നമ്പർ കൊടുത്തിട്ട് അദ്ദേഹം വിളിച്ചു. ആ സിനിമയുടെ സമയത്താണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ഈ കാര്യമാണ് ഞാൻ 4 വർഷമായി അദ്ദേഹവുമായി ബന്ധത്തിലാണ്, ജീവിതം തകരാൻ കാരണം ഇതാണ് എന്ന് പറയുന്നത്. ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. എനിക്ക് നല്ലൊരു സുഹൃത്തും പിന്തുണയുമായി നിൽക്കുന്ന ആ മനുഷ്യനെ നാണം കെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒന്നും പറയരുത്. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അതിൽ നിന്നാണ് ഇത് വിവാദമായത്. പക്ഷേ ഇയാളുടെ പീഡനം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. അതായത് ഫിറോസ് ഖാൻ്റെ പീഡനം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. താൻ കുറച്ച് നാളായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സജന വ്യക്തമാക്കുന്നുണ്ട്. താൻ മാത്രമല്ല, ഫിറോസിന്റെ ആദ്യ ഭാര്യയും സമാനമായ ക്രൂരതകൾക്ക് ഇരയായിട്ടുണ്ടെന്നും സ്വന്തം മകളുടെ പ്രായമുള്ള 17 വയസ്സുകാരിയെ പോലും ഫിറോസ് ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും സജന വീഡിയോയിൽ പറയുന്നുണ്ട്. തന്നെയോ തൻ്റെ മക്കളെയോ കൊല്ലാൻ മടിക്കില്ലെന്നും തൻ്റെ പേരുള്ള വസ്തുവകൾ തട്ടിയെടുക്കാൻ ഫിറോസ് ശ്രമിക്കുന്നുണ്ടെന്നും സജന ആരോപിക്കുന്നു. തൻ്റെ മക്കളുടെ ഭാവിക്കും അന്തസ്സിനും വേണ്ടി നടത്തുന്ന പോരാട്ടമാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഫിറോസിന്റെ ആദ്യ ഭാര്യയും പേടിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന അതേ പീഡനമാണ് അവരും മുന്നേ അനുഭവിച്ചത്. അവരെയും വിവാഹമോചനം ചെയ്തിട്ടില്ല. തന്നെ വിവാഹം ചെയ്തത് നിയമവിരുദ്ധമായിട്ടാണ്. പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം എനിക്കുള്ള 5 സെന്റ് സ്ഥലവും വീടുമാണ്. ആ വസ്തു അവൻ്റെ പേരിലേക്ക് എഴുതി കൊടുത്താൽ വിവാഹമോചനം തരാമെന്നാണ് പറയുന്നത്. അത് സമ്മതിക്കാനാകില്ല. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം. ആ വീടിൻ്റെ പേരിൽ 15 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തിരിച്ചടവ് മുടങ്ങിക്കിടക്കുകയാണ്. കൂടാതെ ഒരു ക്രെഡിറ്റ് കാർഡ് എൻ്റെ തലയിലാക്കി. അവന് ഗിഫ്റ്റായി കൊടുത്ത ബുള്ളറ്റിൻ്റെ തിരിച്ചടവും എൻ്റെ തലയിലാണ്. ഒരു ലോൺ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ സിബിൽ സ്കോർ താഴെ പോയി. ഇത്രയും കാലം സഹിച്ചു ജീവിച്ചു. ഇനി പറ്റില്ല. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ പോകില്ലായിരുന്നു. ഇയാളുടെ ആദ്യ ഭാര്യയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഫാമിലി അത്ര റെപ്യൂട്ടഡ് ആയതിനാലാണ് അവർ മീഡിയയ്ക്ക് മുന്നിൽ വരാത്തത്. അവർക്ക് 150 പവനിലധികം നഷ്ടപ്പെട്ടു. എനിക്ക് ഒരാൾ ഒരു വിവരം തന്നത് ഞാൻ അന്വേഷിച്ചു. 17 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇവൻ ഹോട്ടലിൽ കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ പേര് പറയരുതെന്ന് അവർ എന്നോട് റിക്വസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഇതിനെതിരെയെല്ലാം ഞാൻ നിയമപരമായി നേരിടും. അതുപോലെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് കൂടെ ബംഗളൂരിൽ ഹോട്ടൽ റൂം എടുത്ത് ലഹരി ഉപയോഗിച്ച കാര്യവും അറിയാം. അവർ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അവരുടെ പേര് ഞാൻ പുറത്തുവിടും. ഒരു ആയുർവേദ ഡോക്ടറെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞ് ചതിച്ച കാര്യവും അറിയാം. ഷിയാസ് കരീമിൻ്റെ കേസിൽ വന്ന ഒരു പെൺകുട്ടിയുമായിട്ടും ഇയാൾക്ക് അഫെയർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നിയമപരമായിട്ട് നീങ്ങും, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നീക്കമായിരിക്കും ഇനി തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നാണ് സജന പറഞ്ഞു വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.